ഗായ്സ്, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് നല്ല മടുപ്പ് വരും, നമുക്ക് നല്ല ബോറടിക്കും, ബോഡി വീക്കാകുന്ന പോലെയൊക്കെ തോന്നും. ഫിസിക്കലി നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ജിമ്മിൽ പോയിട്ട് നമ്മളൊരു വർക്കൗട്ട് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബോഡി വീക്കാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പ്രോപ്പർ റെസ്റ്റ് കൊടുക്കും, നല്ല ഫുഡ് എടുക്കും. ഇത് രണ്ടും കൊടുത്ത് നമ്മൾ ആ ബോഡീനെ റിക്കവർ ചെയ്യും. അതുപോലെ തന്നെയാണ് നമ്മുടെ തലച്ചോറ്. നമ്മുടെ ശരീരത്തിൻ്റെ ഭാരത്തിൻ്റെ 2% മാത്രമേ ഉള്ളൂ നമ്മുടെ തലച്ചോറിൻ്റെ വെയിറ്റ്. പക്ഷേ നമ്മുടെ ടോട്ടൽ എനർജിയുടെ 20% കൺസ്യൂം ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനാണ്. നമ്മുടെ തലച്ചോറിൻ്റെ കറക്റ്റ് രണ്ടാക്കിയിൽ റൈറ്റ് ഹെമിസ്ഫിയറും ലെഫ്റ്റ് ഹെമിസ്ഫിയറും ഉണ്ട്. റൈറ്റ് ഹെമിസ്ഫിയർ ലെഫ്റ്റ് ബോഡി പാർട്ടിനെയും റൈറ്റ് ബോഡി പാർട്ടിനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ വേറൊരു ക്ലാസിഫിക്കേഷനാണ് റാഷണൽ ബ്രെയിനും ഇമോഷണൽ ബ്രെയിനും. റാഷണലിലാണ് നമ്മുടെ ചിന്ത, ബുദ്ധി, കോമൺ സെൻസ് സംഭവങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത്. ഇമോഷണലാണ് ഫിയർ, ഹാപ്പിനെസ്, സാഡ്നെസ്, ഈ സാധനങ്ങളൊക്കെ. ഇപ്പോൾ ഒരാൾ നമ്മളെ തല്ലി നമ്മളെക്കാളും ആരോഗ്യത്തിലെടുത്തൊരാൾ അങ്ങനെയുള്ള ഒരാളാണ്. അപ്പോൾ അയാളെ തിരിച്ച് തല്ലാൻ തോന്നിക്കുന്നത് നമ്മുടെ ഇമോഷണൽ ബ്രെയിനാണ്. തിരിച്ചപ്പം തന്നെ തള്ളാൻ തോന്നിക്കുന്നത്. പക്ഷേ അപ്പം നമ്മുടെ റാഷണൽ ബ്രെയിനാണ് നമുക്ക് വാണിംഗ് തരുന്നത്, അയാളെ തല്ലി നമുക്ക് വീണ്ടും അടിയിട്ടും ചളുന്നു, കോമൺ സെൻസ് ഉപയോഗിക്കുന്നുള്ളത്. ഇത്രയും സാധനങ്ങൾ നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു സാധനം ഫോക്കസ് ചെയ്ത് പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ന്യൂറോൺസ് എല്ലാം ജനറേറ്റ് ആയി. അതുവഴി നമ്മൾ ആദ്യം കോൺഷ്യസ് മൈൻഡിലേക്ക് പഠിച്ച സാധനം എല്ലാം കയറി, പിന്നീട് റിപ്പീറ്റ് റീഡിങ്ങിലൂടെയും ഒക്കെ അത് വീണ്ടും സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോയി. പിന്നീട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ബ്രെയിൻ ഇതെല്ലാം റിക്കവർ ചെയ്തിട്ട് നമുക്ക് തരും. ഇങ്ങനെ നമ്മൾ പോലും അറിയേണ്ട നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടി ബ്രെയിൻ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള നമ്മുടെ തലച്ചോറിന് ഒരു സാധനം ഫോക്കസ് ചെയ്ത് പഠിക്കുമ്പോൾ റെസ്റ്റ് ആവശ്യമാണ്. അതായത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് പഠിക്കാൻ പറ്റും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് 1 മണിക്കൂർ നമ്മളൊരു സാധനം ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ 10 മിനിറ്റ് റെസ്റ്റ് നിർബന്ധമായും തലച്ചോറിന് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ റെസ്റ്റ് കൊടുക്കുന്നതിലൂടെ നമുക്ക് എത്ര ടൈം വേണമെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കാൻ പറ്റും.